ടെക് ലോകത്തു നിന്നുള്ള വാർത്തകൾ. വിക്കിപീഡിയയ്ക്ക് ബദലായി ഗ്രോക്കിപീഡിയയുമായി ഇലോൺ മസ്ക്. സത്യസന്ധമായ ലേഖനങ്ങൾ നൽകുകയാണ് ഗ്രോക്കിപീഡിയയുടെ ലക്ഷ്യമെന്ന് മസ്ക് പ്രതികരിച്ചു. ഓൺലൈൻ സർവ്വവിജ്ഞാനകോശമായ വിക്കിപീഡിയ പ്രത്യയശാസ്ത്രപരമായ വേർതിരിവുകൾ കാണിക്കുന്നുവെന്നാരോപിച്ച് ബദലായി ഗ്രോക്കിപീഡിയ ഇറക്കി ടെസ്ല സിഇഒ ഇലോൺ മസ്കിന്റെ കമ്പനിയായ XAI. തിങ്കളാഴ്ചയാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഗ്രോക്കിപീഡിയ 0.1 പതിപ്പ് പുറത്തിറക്കിയത്. അന്ന് വൈകിട്ടോടെ തന്നെ 8.85 ലക്ഷം ലേഖനങ്ങൾ വെബ്സൈറ്റിൽ ഉൾപ്പെടുത്തിയതായി കമ്പനി പറഞ്ഞു. വിക്കിപീഡിയയ്ക്ക് നിലവിൽ ഇംഗ്ലീഷിൽ മാത്രം 70 ലക്ഷത്തിലേറെ ലേഖനങ്ങളാണുള്ളത്. നിലവിൽ സജീവമായിരിക്കുന്ന വെബ്സൈറ്റിന്റെ പുതിയ പതിപ്പ് ഇതിനേക്കാൾ 10 മടങ്ങ് മികച്ചതായിരിക്കുമെന്ന് മസ്ക് അവകാശപ്പെട്ടു. ഇടതുപക്ഷ ചായ്വുള്ള വിക്കിപീഡിയയ്ക്ക് പകരം സത്യസന്ധമായ ലേഖനങ്ങൾ നൽകുകയാണ് ഗ്രോക്കിപീഡിയ.com-ഉം ഗ്രോക്കും ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. വിക്കിപീഡിയയുടെ നിരന്തര വിമർശകനാണ് മസ്ക്. തീവ്ര ഇടതുപക്ഷക്കാരാണ് വിക്കിപീഡിയ നിയന്ത്രിക്കുന്നതെന്ന് 2024-ൽ മസ്ക് ആരോപിച്ചിരുന്നു. ഗ്രോക്കിപീഡിയയിലെ ഉള്ളടക്കങ്ങൾ XAIയുടെ ചാറ്റ്ബോട്ടായ ഗ്രോക്കും മറ്റ് നിർമ്മിത ബുദ്ധി സങ്കേതങ്ങളും ഉപയോഗിച്ച് സൃഷ്ടിക്കുന്നതായിരിക്കുമെന്നാണ് കമ്പനി പറയുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മൊബൈൽ വിപണി കീഴടക്കാനായി സാംസങ്ങിന്റെ ആദ്യ ട്രൈഫോൾഡ് സ്മാർട്ട് ഫോൺ എത്തുന്നു. ഈ വർഷം അവസാനം പുറത്തിറങ്ങുന്ന ഫോണിന് ഏകദേശം 2,64,000 രൂപയാണ് വില. ദക്ഷിണ കൊറിയൻ സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളായ സാംസങ്ങിന്റെ ആദ്യ ട്രൈഫോൾഡ് സ്മാർട്ട് ഫോണിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നിരിക്കുന്നു. സാംസങ് ഗാലക്സി ട്രൈഫോൾഡ് സെഡ് എന്നാണ് ഈ നവീന ഹാൻഡ്സെറ്റിന്റെ പേര്. സാംസങ് ഈ ട്രിപ്പിൾ ഫോൾഡബിൾ ഫോൺ ദക്ഷിണ കൊറിയയിൽ നടക്കുന്ന ഏഷ്യ പസഫിക് ഇക്കണോമിക് കോർപ്പറേഷൻ ഉച്ചകോടിയിൽ അവതരിപ്പിച്ചു എന്നാണ് റിപ്പോർട്ട്. ഈ വർഷം അവസാനം തന്നെ സാംസങ്ങിന്റെ ഗാലക്സി ട്രൈഫോൾഡ് പുറത്തിറങ്ങുമെന്നും പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. എന്നാൽ പുറത്തു വന്നിരിക്കുന്ന ഡിസൈൻ വിവരങ്ങൾ സാംസങ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. സാംസങ്ങിന്റെ ട്രൈഫോൾഡ് ഫോൺ മോഡൽ ഇരുവശങ്ങളിൽ നിന്നും ഉള്ളിലേക്ക് മടക്കുന്ന രീതിയിലാണുള്ളത്. ചൈനയിലും ദക്ഷിണ കൊറിയയിലും മാത്രമേ അവതരിപ്പിക്കൂ എന്നായിരുന്നു നേരത്തെ റിപ്പോർട്ടുകൾ വന്നത്. എന്നാൽ 2 രാജ്യങ്ങളിൽ മാത്രമായി ഈ ഫോൺ അവതരിപ്പിക്കാനുള്ള തീരുമാനം സാംസങ് ഇപ്പോൾ പുനരാലോചിക്കുന്നതായാണ് സൂചന. കൂടുതൽ വിപണികളിൽ ട്രൈഫോൾഡ് അവതരിപ്പിക്കാൻ സാംസങ് ആലോചിക്കുന്നതായും റിപ്പോർട്ടുകൾ പറയുന്നു. ഇതിൽ 10 ഇഞ്ച് OLED ഇന്നർ ഡിസ്പ്ലേ ഉണ്ടായിരിക്കുമെന്നാണ് റിപ്പോർട്ട്. കവർ ഡിസ്പ്ലേ 6.5 ഇഞ്ച് യൂണിറ്റ് ആയിരിക്കും. സ്നാപ്ഡ്രാഗൺ 8 എലൈറ്റ് ചിപ്സെറ്റ് കരുത്തിലാകും സാംസങ് ഗാലക്സി ട്രൈഫോൾഡ് എത്തുകയെന്നാണ് പ്രതീക്ഷ. ക്യാമറകളുടെ കാര്യമെടുത്താൽ റിയർ പാനലിൽ 200 MP മെയിൻ ക്യാമറയും അൾട്രാ വൈഡും ടെലിഫോട്ടോയും ട്രൈഫോൾഡിൽ ഉണ്ടായിരിക്കും. 3ആയി മടക്കാവുന്ന ഈ ഫോണിന്റെ ബാറ്ററിയും 3 ഭാഗങ്ങളായി വേർതിരിക്കാൻ പറ്റുമെന്നാണ് സൂചന. ഏകദേശം 2,64,000 രൂപ വിലയാണ് ഈ ഫോണിന് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്ന ഇന്ത്യക്കാർക്ക് ഇനി അവരുടെ അന്താരാഷ്ട്ര മൊബൈൽ നമ്പറുകൾ ഉപയോഗിച്ച് ഇന്ത്യയിൽ UPI പേയ്മെന്റുകൾ നടത്താം. വാട്സപ്പാണ് പുതിയ സേവനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. 12 രാജ്യങ്ങളിൽ താമസിക്കുന്ന പ്രവാസി ഇന്ത്യക്കാർക്ക് ഈ സേവനം ലഭ്യമാകും. സിംഗപ്പൂർ, ഓസ്ട്രേലിയ, കാനഡ, ഹോങ്കോങ്, ഒമാൻ, ഖത്തർ, അമേരിക്ക, സൗദി അറേബ്യ, UAE, UK, ഫ്രാൻസ്, മലേഷ്യ എന്നിവിടങ്ങളിലായി 12 രാജ്യങ്ങളിൽ താമസിക്കുന്ന പ്രവാസികൾക്ക് ഈ സേവനം ഇപ്പോൾ ലഭ്യമാണ്. പ്രാദേശിക ഇന്ത്യൻ സിം കാർഡ് ഇല്ലാതെ തന്നെ NRI അല്ലെങ്കിൽ NRO ബാങ്ക് അക്കൗണ്ടുകൾ വഴി പ്രവാസികൾക്ക് ഇപ്പോൾ UPI ഇടപാടുകൾ നടത്താം. Paytm പോലുള്ള ആപ്പുകൾ ഉപയോഗിച്ച് പണം അയക്കാനും QR കോഡ് സ്കാൻ ചെയ്ത് വ്യാപാരികൾക്ക് പണം നൽകാനും കറൻസി കൺവേർഷൻ ഇല്ലാതെ തന്നെ ഇന്ത്യൻ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ഷോപ്പിംഗ് ചെയ്യാനും ഈ സംവിധാനത്തിലൂടെ സാധിക്കും. നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ് ഈ സേവനത്തിന് അനുമതി നൽകിയത്. നിലവിൽ ബീറ്റ പരിശോധനാ ഘട്ടത്തിലാണ്. അടുത്ത ദിവസങ്ങളിൽ എല്ലാ അർഹരായ ഉപയോക്താക്കൾക്കും ഈ ഫീച്ചർ ലഭ്യമാകുമെന്നാണ് വിവരം. UPIയുടെ ഈ പുതിയ മാറ്റം പ്രവാസികൾക്ക് വലിയ സഹായം നൽകുമെന്നാണ് വിലയിരുത്തൽ. ഇന്ത്യയുമായുള്ള സാമ്പത്തിക ബന്ധം കൂടുതൽ എളുപ്പമാക്കാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.